ഹലോ, ഈശോമശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളിന്ന് പ്രാർത്ഥിച്ചുവോ? ഇങ്ങനെ ആരെങ്കിലും നമ്മുടെ ഗ്രൂപ്പുകളിൽ ചോദിക്കാറുണ്ടോ? ഇല്ല, ഞാൻ ഒത്തിരി ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. എങ്കിലും ആരും ഞങ്ങളോടും ചോദിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ പ്രാർത്ഥിച്ചു പോകുമെന്ന്. പക്ഷേ ഈശോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അല്പനേരം എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ എന്ന് ഈശോ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പല വിഷയങ്ങളുടെ മധ്യേ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്. നമ്മൾ അപൂർവം പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ കടന്നു പോകുന്ന ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായ സാഹചര്യങ്ങൾ നേരിട്ട് കാണുന്നവരുമാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറില്ലേ, അവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ വന്നാൽ നമ്മളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്താണ് ഇവൻ്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്? അവൻ്റെ പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ട് പരിഹാരം വരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവനെ ശക്തിപ്പെടുത്തുക, ആ പ്രശ്നത്തിലൂടെ കടന്ന് അക്കരെ കടക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതികളാണ്. അത് നമ്മൾ പലപ്പോഴും മറന്നുപോയിട്ട് നമ്മൾ പറയും, ദൈവമേ, ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചു, ഞാൻ എല്ലാ കുർബാനയിലും പങ്കെടുത്തു, എല്ലാ നോവേനയും ഞാൻ കൈക്കൊണ്ടു, എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നം വരുന്നതെന്ന് നമ്മൾ പരിതപിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പിറുപിറുക്കുന്ന വ്യക്തികളാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യേശുവും തൻ്റെ ശിഷ്യന്മാരുമായി, താൻ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുമായി അദ്ദേഹം ആ ഒലിവ് മലയിലേക്ക് കയറി ചെല്ലുകയാണ്. അവരുടെ അടുത്ത് അല്പനേരം ഇരിക്കാൻ പറഞ്ഞിട്ട് ഈശോ ചെന്ന് തകർന്ന് നുറുങ്ങി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈശോയ്ക്കറിയാം ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്ക് തന്നെ കുരിശിൽ ഏറ്റാൻ പോവുകയാണ്. അത് പിതാവിൻ്റെ നിശ്ചയമാണ്. ഈശോ കരഞ്ഞ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് എന്നിൽ നിന്നൊന്ന് എടുത്തു മാറ്റിത്തരണം. ഇനി അല്ല, എന്നെ ഈ ക്രൂശിൽ തറച്ച് ഞാൻ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളത് അങ്ങ് നിശ്ചയിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഈശോ അവിടെ പ്രാർത്ഥിക്കുകയുണ്ടായി. നോക്കാൻ നേരം മറ്റ് ശിഷ്യന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ എനിക്ക് തോന്നുന്നു അല്പം ക്ഷീണം കാരണം ഉറങ്ങിപ്പോയെന്നൊക്കെ തോന്നുന്നു. ഈശോ വന്ന് നോക്കി, പിന്നെ ഈശോ പ്രാർത്ഥിക്കാനിടയായി. ഇവരുടെ അടുത്ത് നിങ്ങൾ ഇച്ചിരി നേരം കൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം പിന്നീട് ഇരുന്ന്. ഈശോ പ്രാർത്ഥനയുടെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദന കാരണം നമ്മൾ ഈ പ്രാർത്ഥനാലയങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചിലർ തളർന്ന് കിടന്ന് കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈശോയുടെ മുമ്പിൽ, മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ആ വേദന താങ്ങാൻ, അവരനുഭവിക്കുന്ന ആ പ്രശ്നം അവർക്ക് മനസ്സിലാകാതെ, അതിനൊരു സൊല്യൂഷൻ ഇല്ലാതെയാണ് അവർ കരയുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവരെത്ര പ്രശ്നത്തിൽപ്പെട്ടാലും ചിരിച്ചും സന്തോഷിച്ചും കൊണ്ടേ അവരിറങ്ങി വരുവുള്ളൂ. കാരണം ഈശോ ആ ഒലിവ് മലയിൽ, ആ പാറയിൽ തൻ്റെ വേദന സഹിക്കാതെ തളർന്ന് തകർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ പിതാവുണ്ടല്ലോ സ്വർഗത്തിൽ നിന്ന് ദൂതനെ അയച്ച് ശക്തിപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇതാണ് പ്രാർത്ഥിക്കുന്നവർക്ക് എന്ത് പ്രശ്നം വന്നാലും അവർ പിടിച്ചു നിൽക്കും, അവരാ പ്രശ്നം കടന്നു വരികയും ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ, ഈ 20,000, 30,000, 10,000 രൂപ കടവുള്ളവനൊക്കെ ആത്മഹത്യ ചെയ്യുമ്പം കോടികൾ കടവുള്ളവരൊക്കെ പള്ളിയിൽ വന്നിരുന്ന് വളരെ കൂളായിട്ട് പ്രാർത്ഥിച്ചിട്ട്, കൂളായി കുർബാനയും കൈക്കൊണ്ട്, കൂളായിട്ട് എല്ലാ ഞായറാഴ്ചയും വന്ന് എല്ലാ നോവേനകളിലും പങ്കെടുക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്നറിയോ? അവനെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ദിവസം ഇവർക്ക് അനുവദിച്ചിരിക്കുന്ന ആ നിമിഷങ്ങൾ കഴിയുമ്പോഴുണ്ടല്ലോ, ഈ പ്രാർത്ഥനയുടെ മറുപടി സ്വർഗത്തിൽ നിന്ന് വരുമ്പോഴുണ്ടല്ലോ, നമ്മളെല്ലാവരും അതിശയിക്കുന്ന നിലകളിൽ നമ്മൾ പറയാറില്ലേ, പണ്ട് ഇവർ ഭയങ്കര കഷ്ടപ്പെട്ട കുടുംബമാണ്, അത് തകർന്നു പോയെന്ന്, ഇന്ന് കാണണം എല്ലാം വലിയ സൗകര്യത്തിലാണ്. ദൈവം അനുഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ഞാനും നിങ്ങളും ഒരുപക്ഷെ കടത്തിലായിരിക്കാം, രോഗത്തിൻ്റെ പ്രശ്നങ്ങളിൽ നമ്മൾ തകർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, നിലവിളിച്ചിട്ട് ദൈവമേ നീ എന്തുകൊണ്ട് ഞങ്ങളെ സൗഖ്യമാക്കുന്നില്ല എന്ന് നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ ഒരു പക്ഷേ രോഗത്തിൽ, നമ്മുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവരെല്ലാം രോഗത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം. നിങ്ങൾ ദൈവത്തോട് എതിർത്ത് സംസാരിക്കാതെ ഒന്ന് മനസ്സുരുകി ദൈവത്തോട് ചേർന്നിരുന്ന്, ആ ഒലിവ് മലയിൽ ദൈവം പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തോട് ചേർന്നിരുന്നതുപോലെ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കാമെങ്കിലുണ്ടല്ലോ, ഈ മരണപ്പെട്ടു പോയവർ വിശുദ്ധന്മാരായി തീരുകയും അവർ വിശുദ്ധീകരിക്കപ്പെടുകയും അവരിലൂടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നന്മകളും ഉയർച്ചകളും കടന്നു വരുവാനിടയായി തീരുകയും ചെയ്യും. നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഏത് പ്രശ്നത്തിലാണെന്നുള്ളത് നിങ്ങൾ ദൈവത്തോട് ഒന്ന് ഹൃദയം നുറുങ്ങി ഒന്ന് സംസാരിക്കുക. ഈശോയോട്, മാതാവിനോട്, വിശുദ്ധന്മാരോട് ഒന്ന് പറ.
അവർ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഞങ്ങൾ താഴെ വാട്സപ്പിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളുടെ ഓഡിയോസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് അയക്കാൻ പറ്റുമെങ്കിൽ ടെക്സ്റ്റ് അയക്കുക. അതിലേക്ക് കോൾ ചെയ്യരുതെന്ന് മാത്രം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങൾ ആ നമ്പറിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതിൻ്റെ ഓഡിയോ സന്ദേശങ്ങൾ അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് മാതാവിന് നന്ദി കരയേറ്റുവാൻ, വിശുദ്ധന്മാരോടൊപ്പം ചേർന്ന് നമുക്കും സന്തോഷിപ്പാൻ ദൈവം അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മശിഹ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.